ഹായ് മക്കളെ, നമ്മുടെ സെൽഡ് യൂണിറ്റ് ഓഫ് ലൈഫിലെ വളരെ ഇമ്പോർട്ടന്റ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നമ്മൾ ക്രോമസോംസ് പഠിക്കുന്നതാണ്. ഇവിടെ ഇതാ 4 ക്രോമസോംസിനെ ഐഡന്റിഫൈ ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം എ എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ മെറ്റാസെൻട്രിക് ക്രോമസോം ആണ് അല്ലെ, മെറ്റാസെൻട്രിക് ക്രോമസോം ആണ്. ഇനി രണ്ടാമത്തെ നിങ്ങൾ നോക്കാം, ബി എന്ന് പറയുന്നതോ സബ് മെറ്റാസെൻട്രിക് ക്രോമസോം ആണ്. സെൻട്രോമിയറിന്റെ പൊസിഷൻ അനുസരിച്ചാണ് നമ്മൾ 4 ക്രോമസോം പഠിക്കുന്നത്. ഏറ്റവും സെൻട്രൽ ആണെങ്കിൽ അതെന്താണ്? മെറ്റാസെൻട്രിക് ക്രോമസോം ആണ്. കുറച്ചുകൂടെ സൈഡിലേക്ക് ആയാൽ അതെന്തായി? സബ് മെറ്റാസെൻട്രിക് ആയി. പിന്നെ കുറച്ചുകൂടി ടിപ്പ് പൊസിഷനിലേക്ക് വരുന്ന സമയത്ത് അക്രോസെൻട്രിക് ആയി. അത് കഴിഞ്ഞ് ഏറ്റവും ഷോർട്ട് ആം ലോങ് ആം കഴിഞ്ഞാണെങ്കിൽ അതെന്താണ്? ആക്രോസെൻട്രിക് ആണ്. പക്ഷേ ഏറ്റവും ടിപ്പിലായിട്ടാണ് നിങ്ങൾ സെൻട്രോമിയർ കാണുന്നതെങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് ടീലോസെൻട്രിക് ആണ്. ഇതാണ് 4 ടൈപ്പ് ഓഫ് ക്രോമസോം. ഇനി വാട്ട് ഈസ് എ സാറ്റലൈറ്റ്? ഇവിടെ നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നതാണ് സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. സ്മോൾ ഫ്രാഗ്മെന്റ് ഓഫ് ക്രോമസോംസ് ഫൗണ്ട് ബിയോണ്ട് സെക്കൻഡറി കൺസ്ട്രക്ഷൻ ഇൻ സം ക്രോമസോം. ചില ക്രോമസോമുകളിൽ നമുക്കൊരു സെക്കൻഡറി കൺസ്ട്രക്ഷൻസിന് അവിടെയായിട്ട് കാണാൻ പറ്റുന്നതാണ് എന്ത്? സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. സോ ഇത്രയും എഴുതിയാൽ നിങ്ങൾക്ക് 3 മാർക്സ് ഈസി ആയിട്ട് വാങ്ങാം. ഈ ഡയഗ്രാം വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കാം.